പലപ്പോഴും എല്ലാ വീടുകളിലും നക്ഷത്രം തൂങ്ങുമ്പോഴും സന്തോഷത്തിന്റെ വർണ്ണ കടലാസുകൾ വിരിയുമ്പോഴും സന്തോഷിക്കാൻ കഴിയാതെ ഇരിക്കുന്ന പലരും കാണും. പക്ഷെ നിങ്ങളുടെ സങ്കടങ്ങൾ ഒരു പക്ഷെ നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടെ ഈ പറഞ്ഞ അപ്പനോടോ അമ്മയോടോ പ്രിയ സഹോദരങ്ങളോടോ സുഹൃത്തുക്കളോടോ ആരോടും കഴിയത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ കഴിയുന്ന ഒരു സ്നേഹമുണ്ട് പ്രിയരെ. അത് വേറെ ആരുമല്ല, ഞങ്ങൾ ഈ പറയുന്ന യേശു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ക്രിസ്മസ് എന്നൊരു ഡേറ്റ് നമ്മുടെ കലണ്ടറിനകത്ത് വന്നേന്ന്? അങ്ങനെ ഒരു സ്നേഹം സത്യമായതുകൊണ്ട്. നമ്മുടെ കലണ്ടറിനകത്ത് 3 ഡേറ്റുകളുണ്ട്. ഒന്ന് ക്രിസ്മസ്, രണ്ടാമത്തെ ഒരു ഡേറ്റ് ആണ് ദുഃഖവെള്ളി അഥവാ ഗുഡ് ഫ്രൈഡേ, മൂന്നാമത്തെ ഒരു ദിവസമാണ് ഈസ്റ്റർ അഥവാ ഉയർപ്പിന്റെ ദിനം. നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇതൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. പല സ്നേഹങ്ങളെ പറ്റി നമ്മളിവിടെ പറഞ്ഞു. പക്ഷെ ഒരു ക്രൂശിൽ ഒരു സ്നേഹമുണ്ട്. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കേവലം 33.5 തിരുവയസ്സ് പ്രായമുള്ള ഒരുവൻ 5 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിയാഗമായി. ആ ക്രൂശിയാഗമായ സ്നേഹമാണ് പ്രിയരെ. ഓർത്തു നോക്കി, എന്തിനു വേണ്ടിയാ കേവലം 33 തിരുവയസ്സ് പ്രായമുള്ള ഒരുവൻ ക്രൂശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മരിക്കപ്പെടുന്നത്? ഒറ്റ കാര്യമുള്ള പ്രിയരെ, എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടിയാ. ഇവിടെ എന്നെ ചുറ്റുപാട് ഒത്തിരി പേര് കേൾക്കുന്ന എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളോട് ഞങ്ങൾക്ക് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ ആരൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിലും, എനിക്കറിയാം എന്നോടൊരു വേർഡ് ഇങ്ങനെ എൻ്റെ മനസ്സിൽ വരിക, സ്വന്തം ഹസ്ബൻഡ് നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും, സ്വന്തം വൈഫ് നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും, ഒരു പക്ഷേ പ്രിയ മാതാപിതാക്കളോടുണ്ട്, പ്രിയ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും, പ്രിയ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക, നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളുടെ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സ്നേഹമുണ്ട്. അവന്റെ പേരാണ് നസ്രേനായ യേശു. ഞങ്ങൾക്ക് ഈ സ്നേഹത്തെ പറ്റി മാത്രമേ പ്രിയരെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇത്രയും സമയം ഞങ്ങൾ ഇവിടെ വന്നിന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഒരു സ്നേഹമുണ്ട്, ഒരു സ്നേഹമുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ മാർവോട് ചേർക്കുന്ന, ഒരു പക്ഷെ നിങ്ങൾ ഒറ്റപ്പെടുത്തി എല്ലാവരും തള്ളിക്കളയുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, പറഞ്ഞ കുത്തുവാക്കുകൾ കൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ തളർന്നു പോയിട്ടില്ലേ? പലപ്പോഴും കരഞ്ഞു പോയിട്ടില്ലേ? ചോദിച്ചിട്ടില്ലേ, ദൈവമേ എന്തുകൊണ്ട് എന്റെ ലൈഫിൽ മാത്രം ഇങ്ങനെ പറ്റി? എന്തുകൊണ്ട് ദൈവമേ എന്റെ ലൈഫ് മാത്രം ഇങ്ങനെ ആയിപ്പോയി? ഇവിടെ ഇരിക്കുന്ന പലരും ചോദിച്ചു കാണും അങ്ങനെ. പക്ഷെ എനിക്ക് അങ്ങ് പറയാൻ ഒറ്റ കാര്യമുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ക്രിസ്മസ് ആഘോഷിക്കുക. ഈ ക്രിസ്മസ് എന്ന് വെച്ചാൽ യേശു ജനിച്ച ദിവസത്തെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ഒരു കാര്യം പറയുക, ഈ യേശുവിനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊന്ന് ജനിപ്പിക്കാൻ കഴിയുമോ? യേശുവിനെ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് വിളിക്കാൻ കഴിയുമോ? നേരത്തെ പ്രിയദാസൻ പറഞ്ഞതിന്റെ കൂട്ടി ഇത് കേവലം ഒരു മതമോ ജാതിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ അങ്ങനെ ഒന്നുമല്ല. ഞങ്ങളിവിടെ വന്നെങ്കിൽ ഞങ്ങൾ അറിഞ്ഞ ആ സ്നേഹത്തെ നിങ്ങളോട് പറയുവാൻ വേണ്ടി. നിങ്ങൾ ആരെങ്കിലും വേദനിച്ചോ തകർന്നോ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ പറയുക, ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ വേദനകളോ വിഷമങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്.